ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും മിനൂസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഉണ്ടാക്കാൻ സിമ്പിളായിട്ടുള്ളൊരു ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കപ്പ് കേക്ക്സിൽ, അതുപോലെ മഫിൻസിൽ, പേസ്ട്രീസിൽ, പിന്നെ മക്കൾക്ക് ഇതുപോലെ ബ്രെഡിലൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണിത്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ കേടുകൂടാണ്ട് സൂക്ഷിക്കാനൊക്കെ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിന്ന് ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു പഴം എടുത്തിട്ടുണ്ട്. പഴം നല്ല പോലെ പഴുത്തതായിരിക്കണം. അപ്പോൾ ഒരു പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിന് പകരം 2 പഴമൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പം ഞാൻ പഴം നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള കറുപ്പ്, ആ കുരുകളൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. കറുപ്പ് ഫുള്ളായിട്ട് നമ്മൾ ഒഴിവാക്കണം. അപ്പോഴേ ഇത് ക്രീം ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറിൽ നമുക്കിത് കിട്ടുള്ളൂ. ഞാൻ പഴം പുഴുങ്ങിയിട്ടുള്ളത് സ്റ്റീം ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കും. അപ്പോൾ സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് വേണം ഉടച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ അരച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ടയില്ലാണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1/4 കപ്പ് ചേർത്തിട്ട് പിന്നെ ബാക്കി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1/2 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇത് കട്ടയില്ലാണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ടയൊന്നും ഉണ്ടാവരുത്. പിന്നെ നമ്മളിത് സ്റ്റൗവിൽ വെക്കുന്നതിന് മുന്നേ തന്നെ മിക്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും ചെയ്യും. ഇപ്പം ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. 2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ കുറുകി വരും. കൈ എടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള പഴം ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. പഴം നന്നായിട്ട് നമ്മളെ പൊടിയായിട്ട് മിക്സായിട്ട് വരണം. ഇപ്പം നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറണം. ചൂടാറിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം നല്ലോണം ഒന്ന് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതിയാവും. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഓയിലും അതുപോലെ തന്നെ ഗീയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ബട്ടർ ചേർക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർക്കണോണ്ട് നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വാനില എസൻസ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റുള്ള ഒരു ക്രീമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്കിത് കപ്പ് കേക്ക്സ് അതുപോലെ മഫിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊക്കെ ആക്കിയിട്ടൊക്കെ ഇത് കഴിക്കാൻ പറ്റും. പിന്നെ മക്കൾക്കാണെങ്കിൽ ബ്രെഡ്, ചപ്പാത്തി ഇതിലൊക്കെ തേച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നിങ്ങൾക്കൊരു കുറച്ച് ഡിസൈനിങ് കാര്യങ്ങൾ കാണിച്ചു തരികയാണ്. ഇങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റിഫായിട്ടുള്ളൊരു ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്കിത് കേക്ക്സിലൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാണ്ട് ഇത് നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയും ഒക്കെ ആണ്. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. താങ്ക്